വേറെ ഒരു പുസ്തകത്തിലും ശാപങ്ങൾക്ക് പരിഹാരം ഇല്ല. എന്നാൽ വേദപുസ്തകം പ്രശ്നങ്ങളുടെ പുസ്തകമല്ല, ബൈബിൾ പരിഹാരത്തിൻ്റെ പുസ്തകം ആയതുകൊണ്ട് പാപത്തിനും രോഗത്തിനും മരണത്തിനും മാത്രമല്ല ശാപത്തിനും പരിഹാരം ഉണ്ട്. ഇതാ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും പുരാതനമായ പട്ടണമായ യെരിഹോ പട്ടണത്തെ നിമ്രോദ് എന്ന് ഒരുവൻ പണിയുകയുണ്ടായി. അനുസരണക്കേടിൻ്റെ പര്യായമായിരുന്നു നിമ്രോദ്. അതുകൊണ്ട് തന്നെ ഒന്നിനു പിറകെ ഒന്നായി പല വിധത്തിലുള്ള ശാപങ്ങളും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് വ്യക്തികളും കുടുംബങ്ങളും ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അനുസരണത്തിൽ നിന്ന് അകലുമ്പോൾ അവിടെ ശാപം കുന്നുകൂടുന്നു. അയ്യോ, എൻ്റെ ജീവിതം ശപിക്കപ്പെട്ടു, എൻ്റെ കുടുംബം ശപിക്കപ്പെട്ടു, എൻ്റെ ഭാവിയും ശാപത്തിൻ്റെ പിടിയിലായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ യേശു കർത്താവിൻ്റെ അനുസരണം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ പോകുന്നു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ശാപങ്ങളും ശാപകാരണങ്ങളും നിങ്ങളിൽ നിന്ന് തകർന്നു മാറി ദൈവിക അനുഗ്രഹം പെരുമഴ പോലെ പെയ്ത് ഇറങ്ങുക തന്നെ ചെയ്യും. ഈ ശാപത്തിൻ്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട. യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ ശാപകാരണങ്ങളിൽ നിന്ന് കർത്താവ് പരിപൂർണമായി സമ്പൂർണമായി നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കട്ടെ. കാരണം യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായ ദൈവം. അബ്രാമിനെ അബ്രഹാമാക്കിയവൻ, യാക്കോബിനെ ഇസ്രായേലാക്കിയവൻ ഇപ്പോൾ ഇതാ നിങ്ങളുടെ ജീവിതത്തെയും ശാപങ്ങളെ വേരോട് പിഴുതുമാറ്റി ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കുന്നു. ഈ ദൂത് നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയായിരിക്കും. കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ദാനിയേൽ കർത്താവിൻ്റെ സന്നിധിയിൽ അത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചവനായിരുന്നു. ആ ദാനിയേൽ പിടിച്ച് സിംഹങ്ങളെ കുഴിയിലിട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു, സിംഹങ്ങളെല്ലാം കൂടെ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കി. Then after that 25-ാം വാക്യത്തിൽ സ്തോത്രം, ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ there was not even a single injury found in his body. അവൻ്റെ ശരീരത്തിൽ ചെറിയൊരു സ്തോത്രം മുറിവ് പോലും ഉണ്ടായിരുന്നതേ ഇല്ല. ചെറിയൊരു മുറിവ് പോലും ഉണ്ടായിരുന്നതേ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാകുന്ന ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ചെറിയൊരു മുറിവ് പോലും ഉണ്ടായിരുന്നതേ ഇല്ല. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. ഈ കണികൾ നിങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ആയിരിക്കാം. അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്കായിരിക്കാം. 9 വിധമായ പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ പറയട്ടെ. സ്തോത്രം, സഭ പ്രാർത്ഥിക്കേണ്ട 9 തരത്തിലുള്ള പ്രാർത്ഥന. ഇത് പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കണം. ഇത് പ്രസംഗ ദിവസങ്ങളായിരിക്കല്ല. ഇത് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അതേ ഏതൊക്കെയോ പ്രാസംഗന്മാരുടെ ദൂതുകൾ കേൾക്കുന്നതായ ദിവസങ്ങളാകല്ല. പകരം ദൈവകൃപയാൽ ഇത് പ്രാർത്ഥനയുടെ സീസൺ ആയിരിക്കണം. നിങ്ങളുടെ ഗിയർ ചേഞ്ച് ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. യാക്കോബ് എന്ന അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ധീരക്കാരനെ എഴുന്നേൽപ്പിക്കും. ഒന്നാമത് സ്വർഗം പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ആയിരിക്കണം. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് എബ്രായർ 11:1 പറയുന്നു, അത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. എബ്രായർ 11:1 ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, നൗ. മിക്കവാറും ട്രാൻസ്ലേഷനിൽ പറയുകയാണ്, നൗ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ്
substance that to be hoped for. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത ഓഗസ്റ്റിൽ സംഭവിക്കുന്നതല്ല, സെപ്റ്റംബർ 30-ന് ശേഷം സംഭവിക്കുന്നതല്ല. ഇപ്പോൾ, ഇന്ന് രാത്രി, ഇപ്പോൾ ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നതാണ് വിശ്വാസം. ഇന്ന് രാത്രി ആരോ സൗഖ്യമാകുവാൻ പോകുന്നു, അതാണ് വിശ്വാസം. ഇപ്പോൾ ആരെയോ ദൈവം സ്പെഷ്യലി തൊടുവാൻ വേണ്ടി പോകുന്നു, അതിന്റെ പേരാണ് വിശ്വാസം. സകല കണികളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു, അതിന്റെ പേരാണ് വിശ്വാസം. സ്തോത്രം. വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വേദപുസ്തകം പറയുന്നു, യാക്കോബ് പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. തൊട്ട് താഴെ യാക്കോബ് വീണ്ടും പറയുകയാണ്, 5:17-18 വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഒരു എക്സാമ്പിൾ പറയുന്നു. none other than Elijah. സ്തോത്രം. ഏലിയാവിനെ കുറിച്ച് പറയുകയാണ്. ഏലിയാവ് സ്തോത്രം പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് കൃപയാൽ മഴ പെയ്തു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, മുഴങ്കാലുകളുടെ ഇടയിൽ തല തിരികെ വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് ആ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു, it was a prayer of faith. അത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. തന്റെ ബാല്യക്കാരനോട് ചോദിക്കുന്നു, സ്തോത്രം, നീ വല്ലതും കാണുന്നു, നീ വല്ലതും കാണുന്നു? ഞാനിതാ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, മുഴങ്കാലുകളുടെ ഇടയിൽ തല തിരികെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അർത്ഥം, സ്തോത്രം, ഞാൻ ചിലത് പ്രതീക്ഷിക്കുകയാണ്. വിശ്വാസത്തിന് മനുഷ്യനാകുന്ന ഞാൻ ചിലത് പ്രതീക്ഷിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. സഹോദരനെ, നീ ചിലത് പ്രതീക്ഷിക്കുന്നു. സഹോദരൻ, നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഏലിയാവ് ഇതാ മഴ പ്രതീക്ഷിക്കുകയാണ്. അത്ഭുതം പ്രതീക്ഷിച്ചാട്ടെ, പ്രതിസന്ധികൾ നീങ്ങുന്നത് പ്രതീക്ഷിച്ചാട്ടെ, സമൂഹം പൂർവാധികം നന്നാകുന്നത് പ്രതീക്ഷിച്ചാട്ടെ. ഗവൺമെന്റിന് പദ്ധതിയില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ നന്നായി നടത്തുവാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് അത് കണ്ട് പ്രതീക്ഷിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഏലിയാവ് സ്തോത്രം അതെ പ്രതീക്ഷിക്കുകയാണ്, മഴയെ പ്രതീക്ഷിക്കുകയാണ്. സ്തോത്രം. 6 പ്രാവശ്യം ഒന്നും സെർവന്റ്, ഒന്നും ബാല്യക്കാരൻ കാണുന്നില്ല, വേലക്കാരൻ കാണുന്നില്ല. എന്നാൽ 7-ാമതായി അവൻ പറയുന്നു, ഇതാ കൈപ്പത്തി പോലെ ഒരു മേഘം ഉയരുന്നു. കൈപ്പത്തി പോലെയുള്ള മേഘത്തിൽ നിന്ന് ദേശം കണ്ടിടാത്ത വലിയ മഴയെ ദൈവം ചെയ്തു എങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, വലിയ വിടുതൽ സംഭവിക്കും. 3.5 വർഷം പെയ്യാത്ത മഴയെ പെയ്യിപ്പിച്ചത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. ദേശത്തിൽ മഴ പെയ്തു, ദേശം മാറി, ദേശത്തിന് മാറ്റമുണ്ടായി. പിന്നെയും ധാന്യം വളർന്നു, പിന്നെയും കൊയ്ത്ത് ഉണ്ടായി. അവന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന ദേശത്തെ മാറ്റി. നിന്റെ പ്രാർത്ഥന ഇന്ത്യയെ മാറ്റും, നിന്റെ പ്രാർത്ഥന ലോക രാജ്യങ്ങളെ മാറ്റും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയാണ് ദേശങ്ങളെ മാറ്റുന്നത്. ഒന്ന് വിശ്വാസത്തിന്റെ പ്രാർത്ഥന. 2-ാമത് തിരുവചനം പറയുന്നു, ഐക്യതയോടെ സ്തോത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഐക്യതയുടെ പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പീഡയിലൂടെ ദൈവത്തിന്റെ സഭ ഇതാ കടന്നു പോകുകയാണ്. 3000 പേർ സ്നാനപ്പെട്ടു. സ്തോത്രം. സുന്ദരൻ ദേവാലയ ഗോപുരത്തിൽ ഇരുന്നവൻ സൗഖ്യമായി. പക്ഷേ ആ ശുശ്രൂഷ ശക്തമായി, യെരൂശലേം ചർച്ചിന്റെ ശുശ്രൂഷ മുന്നോട്ട് പോയപ്പോൾ സഭയ്ക്കെതിരെ പീഡയുണ്ടായി. ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പീഡയുണ്ടാകും. സ്തോത്രം. എന്നാൽ പുറത്തുള്ളതായ പീഡ ഒന്നുമല്ല. പുറത്തുള്ള പീഡ എവിടെയാണ് ഉണ്ടായത്? അവിടെയെല്ലാം ചേർച്ച്, അവിടെയെല്ലാം ദൈവത്തിന്റെ സഭ സ്തോത്രം കത്തുന്ന കാട്ടു തീ പോലെ പടർന്നതേയുള്ളൂ. ദേശത്തിന്റെ മധ്യത്തിൽ ഇന്ന് നിനക്ക് പീഡയുണ്ടെങ്കിൽ മങ്ങിക്കത്തുന്ന മെഴുകുതിരിയായിരിക്കുന്ന നിന്നെ ആർക്കും അണയ്ക്കുവാൻ കഴിയാത്ത ഒരു കാട്ടു തീ പോലെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ തീർക്കുവാൻ വേണ്ടി പോകുന്നു. അന്ന് സ്തോത്രം ആ പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ യെരൂശലേമിൽ നിന്ന് പ്രശ്നമുണ്ടായപ്പോൾ അത് കേട്ടിട്ട് ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചവർ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ദ പ്രേയർ ഓഫ് യൂണിറ്റി. ഒരുമനപ്പെട്ട് ദൈവത്തോട് അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാളിക മുറി മുതലേ ആരംഭിച്ചതാണ് ഈ ഒരുമനം. ദ പ്രേയർ ഓഫ് യൂണിറ്റി. ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചു. കുടുംബങ്ങളെ ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. എവിടെ ഐക്യതയുണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്. സ്തോത്രം. തിരുവചനം പറയുന്നു, എവിടെ ഐക്യതയുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. സ്തോത്രം. ഇതാ ദൈവത്തിന്റെ നിയമ പെട്ടകത്തിന് മുകളിൽ ഒരേ ക്രമത്തിൽ, ഒരേ സൈസിൽ, ഒരേ വലിപ്പത്തിൽ, ഒരേ മാതൃകയിലുള്ള 2 കെരൂബുകൾ സ്തോത്രം ഇരിക്കുകയാണ്. ഒരേ ക്രമത്തിൽ സിമിലർ ആയിട്ടുള്ള 100% സിമിലർ ആയിട്ടുള്ള ഒരേ പോലെയുള്ളതായ 2 കെരൂബുകൾ ഇരിക്കുന്നു. അവിടെ മധ്യത്തിൽ എന്ത് നിൽക്കുന്നു? മഴമേഘമല്ല, പകരം അവിടെ മധ്യത്തിൽ മഹത്വമേഘം ഇറങ്ങിക്കിടക്കുന്നു. എവിടെയാണോ ഐക്യതയുള്ളത്, ഐക്യതയുള്ള ആ വീട്ടിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടും. ഐക്യതയുള്ള ആ വീട്ടിൽ
ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടും. അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഐക്യതയോടെ പ്രാർത്ഥിച്ചാട്ടെ. യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം. അതെ, രണ്ടുപേർ ഐക്യമെത്തപ്പെട്ടാൽ, അല്ലാതെ ഒരാൾ കൊച്ചിക്കും മറ്റൊരാൾ സ്തോത്രം അതെ കൊയിലാണ്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഒരാൾ കൊളംബിയയ്ക്കും മറ്റൊരാൾ കൊറിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. പകരം സ്തോത്രം രണ്ടുപേർ ഐക്യമെത്തപ്പെട്ടാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ആ കാര്യത്തെ ഞാൻ ചെയ്യുക. സ്തോത്രം. വേദപുസ്തകം ഐക്യതയുടെ പുസ്തകമാണ്. പഴയ നിയമവും പുതിയ നിയമവും തൃത്വത്തിലൊരു ഐക്യത നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. God is the God of unity. ദൈവം ഐക്യതയുടെ ദൈവമാണ്. ദൈവത്തിന്റെ ജനം, ദൈവസഭ ഐക്യതയോടെ പ്രാർത്ഥിച്ചാട്ടെ. അപ്പനും അമ്മയും മക്കളും ദൈവത്തിന്റെ കൃപയാൽ ഐക്യതയോടെ പ്രാർത്ഥിച്ചാട്ടെ. അതെ, ഐക്യതയോടെ പ്രാർത്ഥിക്കുക. ഒന്ന് വിശ്വാസത്തിന്റെ പ്രാർത്ഥന, രണ്ട് സ്തോത്രം ഐക്യതയുടെ പ്രാർത്ഥന. മൂന്നാമതായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തോടുള്ളതായ അപേക്ഷയാണ് പ്രാർത്ഥന എന്ന് വേദപുസ്തകം പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവത്തോടുള്ള സപ്ലിക്കേഷൻ, ദൈവത്തോടുള്ളതായ അപേക്ഷ, സപ്ലിക്കേഷൻ, തരണമേ, ചെയ്യണമേ, സാധിപ്പിക്കണമേ, ആപ്ലിക്കേഷൻ, സ്തോത്രം അതെ താഴ്മയെ അപേക്ഷിക്കുന്നു, സപ്ലിക്കേഷൻ, സ്തോത്രം അതെ സപ്ലിക്കേഷൻ അഥവാ അപേക്ഷയാണ് പ്രാർത്ഥന. ഫിലിപ്പിയർ 4:6 പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടിയത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. കുഞ്ഞുങ്ങളുടെ ഭാവി, എന്നാണ് എക്സാം നടക്കുന്നത്, വീട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, മറ്റ് വിവിധ ക്രമത്തിലുള്ള പരാധീനതകൾ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുടി നരയ്ക്കുന്നുണ്ടോ? ഈ ദിവസങ്ങൾ വിചാരപ്പെട്ട് ബാക്കിയുള്ള മുടിയെല്ലാം പൊടിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങൾ ജീവിതത്തിൽ ഇതുവരെയും ഇല്ലാത്തതായി വിവിധ ബേർഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുണ്ടോ? സ്തോത്രമതി, ആ ബേർഡൻസ്, ആ ഭാരം നിങ്ങളുടെ ഉള്ളിൽ വച്ചിട്ടിരിക്കരുത്. പകരം കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കിയാട്ടെ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം അറിയിക്കുക അത്രയേ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ അതെ അറിയിക്കുമ്പോൾ, ദൈവത്തോട് അറിയിക്കുമ്പോൾ എവിടെയാണോ അസാധ്യമായിരിക്കുന്നത് അതിനെ ദൈവം നിശ്ചയമായി സാധ്യമാക്കി തരും. 7-ാം വാക്യം പറയുന്നു, സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകും. സമാധാനം മാത്രമല്ല കർത്താവ് നിങ്ങൾക്ക് നൽകുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കാരണം യിരെമ്യാ പ്രവചനം 33:3 കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. ദൈവത്തിൻ്റെ ടെലിഫോൺ നമ്പറാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ ടെലിഫോൺ നമ്പർ 94472 അല്ല. ദൈവത്തിൻ്റെ ടെലിഫോൺ നമ്പർ 047127257273 അല്ല, അല്ലെങ്കിൽ 5274 അല്ല. ദൈവത്തിന്റെ ടെലിഫോൺ നമ്പർ യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യമാണ്. ആ സ്തോത്രം, എന്നെ വിളിച്ചപേക്ഷിക്കുക. പ്രഭാതത്തിലാകട്ടെ, ഉച്ചയ്ക്ക് ശേഷമാകട്ടെ, രാത്രിയാകട്ടെ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. എവിടെയാണോ ദൈവത്തിൻ്റെ ജനം വിളിച്ചപേക്ഷിച്ചത് അവിടെ ദൈവം ഉത്തരമളി. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, തീക്കൽ പാറയുടെ അരികിൽ നിന്ന് ഒരിക്കൽ ജനം പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. തീക്കൽ പാറയുടെ പ്രത്യേകത, വെള്ളമില്ലാത്ത പാറയുടെ പേരാണ് തീക്കൽ പാറ. വെള്ളമില്ലാത്ത പാറയാണ് തീക്കൽ പാറ. അല്പം പോലും സ്തോത്രം പൊട്ടിച്ചു നോക്കിയാൽ സാധാരണ നിലയിൽ വെള്ളമില്ലാത്ത പാറയാണ് തീക്കൽ പാറ. പക്ഷേ ആ തീക്കൽ പാറയുടെ അരികിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ആ വടിയെടുത്ത് ഈ തീക്കൽ പാറയൊന്ന് അടിക്ക്. അവൻ ആ പാറയെ അടിച്ചപ്പോൾ അതിൽ നിന്ന്, ടാപ്പിൽ നിന്ന് വരുന്നത് പോലെയല്ല വെള്ളം വന്നത്. സ്തോത്രം, വെള്ളെന്താ കർത്താവേ, വെള്ളെന്താ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിച്ചവനാണ് ദൈവം. ഒരിക്കൽ കൂടെ, തീക്കൽ പാറയിൽ നിന്ന് തൻ്റെ ജനത്തിന് വേണ്ടി നദിയെ പുറപ്പെടുവിച്ചവനാണ് ദൈവം. ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന ചെറുതാണ്, മറുപടി വലുതാണ്. നിന്റെ പ്രാർത്ഥന ചെറുതാണ്, നിന്റെ മറുപടി വലുതാണ്. നീ ചോദിക്കുന്നതിനേക്കാൾ വലുതായി മറുപടി കടന്നു വരുന്നു. നീ ചിന്തിക്കുന്നതിനേക്കാൾ മറുപടി വലുതായി കടന്നു വരുന്നു. നീ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ മറുപടി വലുതായി കടന്നു വരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ജനം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിച്ചാട്ടെ. ദൈവം നിനക്കായി പ്രവർത്തിക്കും. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന, സ്തോത്രം അതെ ഐക്യതയുടെ പ്രാർത്ഥന, വീണ്ടും അപേക്ഷയുടെ പ്രാർത്ഥന. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ 4-ാമതായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, നന്ദിയോടെ ഞാൻ സ്തുതി പാടിയത്. അതെ, സ്തോത്രം, നന്ദിയുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാട്ടെ. കഴിഞ്ഞ കാലങ്ങൾ നോക്ക്, നമ്മൾ ആരെങ്കിലും വന്നതാ? അല്ല, നമ്മൾ ആരും വന്നതല്ല.
ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പ് മെസ്സേജ് ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ തള്ളയാടുകളെ അവൻ പതിയെ നടത്തി, കുഞ്ഞാടുകളെ അവൻ ചുമലിൽ വഹിച്ചു. തള്ളയാടുകളെ പതിയെ നടത്തി, കുഞ്ഞാടുകളെ ചുമലിൽ വഹിച്ചു. അർത്ഥം, നടത്തേണ്ടപ്പോൾ ദൈവം നമ്മെ നടത്തി, വഹിക്കേണ്ടപ്പോൾ ദൈവം നമ്മെ വഹിച്ചു, വഹിക്കേണ്ട സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ വഹിച്ചു. കാര്യമെന്ത്? അവിടെ നമ്മൾക്ക് നടക്കുവാൻ കഴിയത്തില്ല. ആ വൈതരണിയിൽ, ആ വെല്ലുവിളിയിൽ നമുക്ക് നടക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം നമ്മെ എടുത്താണ് കൊണ്ടുവന്നത്. അനുഭവിച്ചവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. ദൈവം ചില അവസരങ്ങൾ നമ്മളെ എടുത്താണ് കൊണ്ടുവന്നത്. വഹിക്കേണ്ട സ്ഥാനങ്ങൾ ദൈവം നമ്മെ വഹിച്ച്, നടത്തേണ്ട സ്ഥാനങ്ങൾ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മളെ വഹിച്ച് കൊണ്ടുവരികയുണ്ടായി. വേദപുസ്തകം പറയുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. ഇന്നലകൾ കൊണ്ടുവന്ന ദൈവം എന്നും ഭാരിച്ച ആവശ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കും. പക്ഷേ സ്തോത്രം, ആ ഭാരിച്ച ആവശ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം, അതേ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ലൂക്കോസ് സുവിശേഷം സ്തോത്രം 9-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, അതുപോലെ യോഹന്നാൻ സുവിശേഷം 11:41, യോഹന്നാൻ 11:41 നിങ്ങൾ വായിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട അവസരങ്ങളിൽ അത്ഭുതം കണ്ടിട്ടല്ല യേശുവിനെ ദൈവത്തിന് നന്ദി പറഞ്ഞത്, അത്ഭുതം വരുന്നതിന് മുൻപേ കർത്താവ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരിക്കൽ കൂടെ, അത്ഭുതം കണ്ടിട്ടല്ല കർത്താവ് നന്ദി പറഞ്ഞത്, പിതാവായ ദൈവത്തിന് യേശു നന്ദി പറഞ്ഞത് അത്ഭുതം വരുന്നതിന് മുൻപേ അവൻ നന്ദി പറഞ്ഞു. ലാസർ എണീക്കുന്നതിന് മുൻപേ അവൻ നന്ദി പറഞ്ഞു. ലാസർ എണീക്കുന്നതിന് മുൻപേ കല്ല് നീക്കിവിടനെ യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അർത്ഥം, ലാസർ പുറത്തു വരുവാൻ വേണ്ടി ഓൾറെഡി യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ സ്തോത്രം, അതെ യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നന്ദി പറയുകയാണ്. നീ എൻ്റെ ഇന്നലത്തെ പ്രാർത്ഥനകൾ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എൻ്റെ സ്നേഹിതനാകുന്ന ലാസർ ഇതാ പുറത്തു വരുവാനായി ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാ നീ ഓൾറെഡി കേട്ടതിനായി സ്തോത്രം. ലാസർ ഇതാ 4 ദിവസം നാറി അകത്തിരിക്കുകയാണ്. ലാസറിൻ്റെ ലോക്ക്ഡൗൺ തീർന്ന് ലാസർ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. അതിനായി യേശു കർത്താവ് നന്ദി പറയുന്നു. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് നന്ദി പറയാമോ? ഈ ലോക്ക്ഡൗൺ മാറിപ്പോയി നിങ്ങൾ ഓരോരുത്തരും പുറത്തു വരുന്നതിനായി ദൈവത്തിന് കർത്താവിന്റെ കൃപയാൽ നന്ദി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, ഞാൻ മഹത്വത്തോടെ പുറത്തു വരും, ഞാൻ നാറി അകത്തിരിക്കത്തില്ല. നന്ദി, കോടി കോടി നന്ദി ഡാഡി എന്ന് ഫാദർ ബെർഗ്മൻസ് തമിഴിൽ പാടിയതുപോലെ കോടി കോടി നന്ദിയപ്പാ, നന്ദി. ഞങ്ങൾ കാണാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി, ഞങ്ങൾ നടത്താൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി. ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തത്, ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ വഴികളിൽ വ്യക്തിയായി, കുടുംബമായി, സഭയായി നീ ഞങ്ങളെ ഐശ്വര്യമായി നടത്തുവാൻ വേണ്ടി പോകുന്നു. അതിനായി അഡ്വാൻസായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാടെ. നോക്കയ്യ, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം സ്തോത്രം 16-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, 5 അപ്പവും 2 മീനും കർത്താവ് കയ്യിലെടുത്ത ദൈവത്തെ സ്തുതിച്ചു. മുന്നിൽ വലിയൊരു ജനക്കൂട്ടായിരിക്കുക, പുരുഷന്മാർ മാത്രം 5000, എല്ലാം കൂടെ 30,000 പേർ യേശുവിന് മുമ്പിലുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ള പ്രീച്ചറായ യേശുവിൻ്റെ മുൻപിൽ 30,000-ഓളം പേരുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, ഏറ്റവും തൊട്ട് മുമ്പിൽ ഏറ്റവും വലിയ വയറൻ ചെറുക്കനായിരിക്കും. അവൻ്റെ സ്തോത്രം വയറിൻ്റെ പകുതിയിലെത്താൻ ഈ 5 അപ്പവും 2 മീനും തികയത്തില്ല. ഒന്ന് പെട്ടെന്ന് താ യേശുവേ, ഒന്ന് പെട്ടെന്ന് താ എന്ന് പറഞ്ഞ് സ്തോത്രം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷേ ഒരുത്തിന് പോലും അത് തികയത്തില്ല. ഒരു കുഞ്ഞിൻ്റെ ലഞ്ചാണല്ലോ അത്, ഒരു സ്തോത്ര ബാലൻ്റെ ലഞ്ചാണത്. പക്ഷേ അത് ബുദ്ധിപരമായി നോക്കിയാൽ ആർക്കും തികയത്തില്ല. പക്ഷേ യേശു കർത്താവ് ദൈവത്തിനെ സ്തുതിച്ചു. പൈസ തികയത്തില്ലയോ? ആഹാരം തികയത്തില്ലയോ? ഈ ദിവസങ്ങൾ ആവശ്യങ്ങൾ വലുതാണോ? പലതും തികയത്തില്ല കർത്താവേ. ലോൺ അടയ്ക്കാൻ തികയത്തില്ല, കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങാൻ തികയത്തില്ല, പലതും തട്ടിയും മുട്ടിയും എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല, തികയത്തില്ലെന്ന് പറയുന്നെങ്കിൽ അഡ്വാൻസായി ദൈവത്തെ സ്തുതിച്ചാടെ. കാര്യമെന്ത്? ഇത് വർദ്ധിപ്പാൻ വേണ്ടി പോകുകയാണ്. 5 അപ്പം 2 മീന്, അത് വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു കുഞ്ഞ്. ഹീസ് എ ഗോഡ് ഓഫ് ഇൻക്രീസ്. ദൈവം വർദ്ധനവിന്റെ ദൈവമത്രേ. കർത്താവിന്റെ കൃപയാൽ അത് വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. കർത്താവ് നന്ദി പറഞ്ഞു. ഇത് വർദ്ധിക്കുന്നത് നന്ദി.
ലാസർ പുറത്തു വരുന്നതിന് നന്ദി, ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തു വരുന്നതിന് നന്ദി, ഒരു ഇൻക്രീസിലേക്ക്, ഒരു വർധനവിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി നന്ദി. നന്ദി കർത്താവേ, നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, പ്രാർത്ഥനയുടെ ശബ്ദമെന്ന് പറയുന്നത് താ 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 എന്ന് പറയുന്നതായ ശബ്ദം മാത്രമല്ല, അവൻ്റെ കയ്യിലേക്ക് നോക്കി താ താ എന്ന് പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ദൈവം സ്തോത്രം ഒരു ശക്തിയല്ല, ദൈവം ഒരു വ്യക്തിയാണ്. ഇലക്ട്രിസിറ്റി ഒരു ശക്തിയാണ്, എന്നാൽ ദൈവം ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് നോക്കി താ താ എന്ന് പറയുന്നതല്ല ഭക്തജനം. അവൻ്റെ കയ്യിലേക്ക് നോക്കി താ താ എന്ന് പറയുന്നതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആരാധിക്കുന്നതാണ്. ആദ്യം ആരാധന, അതിനെ തുടർന്ന് പ്രാർത്ഥന. ആദ്യം ആരാധന, പിന്നെ അതിനെ തുടർന്ന് പ്രാർത്ഥന. അല്ലാതെ ഓടിച്ചെന്ന് മറ്റേ ATM കാർഡ് തള്ളി സ്തോത്രം പിൻ നമ്പർ 5272 എന്ന് പറഞ്ഞ് കുത്തുന്നത് പോലെ, അതേ സ്തോത്രം, അതേ പെട്ടെന്ന് കുത്തുന്നത് കൊണ്ട് ഒരിക്കലും സ്തോത്രം സപ്ലൈ വരത്തില്ല. ആരെങ്കിലും വിചാരിച്ചു കാണും 5272 ആയിരിക്കും ബ്രദറിൻ്റെ പിൻ നമ്പർ. എൻ്റെ അല്ല, വേറെ വല്ലവരുടെയും പിൻ നമ്പർ ആയിരിക്കും. സ്തോത്രം 5272 വേറെ വല്ലവരുടെയും നമ്പർ ആയിരിക്കും. മറക്കാതെ എഴുതി കിട്ടാതെ വേറെ വല്ലവരുടെയും നമ്പർ ആയിരിക്കും 5272 എന്ന് ഒരിക്കൽ കൂടെ പറയാം. ദൈവം നിൻ്റെ ATM അല്ല. പെട്ടെന്ന് ഓടിച്ചെന്ന് തലയിൽ കൂടെ തുണി ഇട്ട് 1 മണിക്കൂർ ഇപ്പോൾ പ്രാർത്ഥിക്കും, ഇപ്പോൾ താ കർത്താവേ. നോ, ദൈവം നിൻ്റെ ATM അല്ല. ദൈവത്തിൻ്റെ കയ്യിലേക്ക് നോക്കുന്ന നിർത്ത്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് നോക്കി താ താ എന്ന് പറയുന്ന നമുക്ക് നിർത്താം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവിൻ്റെ സന്നിധിയിൽ പറയും, കർത്താവേ, നീ നല്ലവനാണ്, നീ നല്ലവനാണ്, നീ നല്ലവനാണ്, നീ വല്ലഭനാണ്, നീ വാക്കുമാറാത്തവനാണ്, നീ ഉന്നതനാണ്, നീ വലിയവനാണ്. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണിതാരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം പോഷിച്ചിടും കൊന്നുനാഥനെ. ഈ ചോണിതാരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും കൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. അതേ കർത്താവ് എത്രയോ ഉന്നതനാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ തേടുന്നത് നിർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആരാധിച്ച്, കണ്ണുകൾ നോക്കി ആരാധിച്ചിട്ട് പിന്നെ ചോദിക്കണം. കണ്ണുകൾ നോക്കി അവനെ ആരാധിക്കുമ്പോൾ അപ്പച്ചൻ ചാഞ്ഞിറങ്ങും. കാരണം ദൈവം നിന്റെ പക്ഷത്തെ ഇറങ്ങി വരുന്നത് ഗോവേണിയാണ് ആരാധന. ഒരിക്കൽ കൂടെ, ദൈവത്തെ നിന്റെ പക്ഷത്തെ നിന്റെ അടുക്കൽ ഇറക്കി നിർത്തുന്നതാണ് ആരാധന. ആരാധനയുടെ ഗോവേണി നിന്റെ കയ്യിലായിരിക്കുന്നത്. ആ തരങ്ങളെ തുറന്ന് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് പക്ഷമായി നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്നു. സ്തോത്ര. കനാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നിലവിളിച്ചും കരഞ്ഞും നിലവിളിച്ചും കരഞ്ഞും നിലവിളിച്ചും കരഞ്ഞും നടന്നതായി മത്തായി 15:21 പറയുന്നു. നിലവിളിക്കുന്നവളെ യേശു തിരിഞ്ഞു നോക്കിയില്ല. അയ്യോ, എവളെ നിലവിളിച്ചും കൊണ്ടുവരുന്നെന്ന് ശിഷ്യന്മാർ, വിശുദ്ധന്മാർ പറഞ്ഞിട്ട് യേശു തിരിഞ്ഞു നോക്കിയില്ല. സ്തോത്രം. ചുമ്മാതിരുന്ന് കരയുന്നവരെ യേശു ഗവനിക്കുന്നില്ല. വല്ല പാസ്റ്റർമാരും അപ്പോസ്തലന്മാരും പ്രാർത്ഥിക്കുന്നവരെ യേശു ഗവനിക്കുന്നില്ല. പക്ഷെ തിരുവചനം പറയുന്നു, അവൾ വീട്ടിൽ വന്ന്, അവൾ ആ പ്രത്യേക വീട്ടിൽ വന്ന് അവൾ യേശുവിനെ ആരാധിച്ചു, വണങ്ങി എന്ന് മലയാള ബൈബിൾ പറയുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു she bowed down and worshiped the Lord. അവൾ ആരാധിച്ചപ്പോഴാണ് കർത്താവ് റെസ്പോണ്ട് ചെയ്തത്. കർത്താവ് നിന്നെ നോക്കി റെസ്പോണ്ട് ചെയ്യാൻ ണമെങ്കിൽ, ദൈവം നിന്നെ നോക്കി പ്രതികരിക്കണമെങ്കിൽ ആരാധന വെളിപ്പെടണം. എവിടെയാണോ ആരാധിക്കുന്നത്, ആരാധിക്കുന്ന വീട്ടിൽ യേശു ഇറങ്ങുന്നു. ആരാധിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇന്ന് ഇറങ്ങി വരുന്നു. അതുകൊണ്ട് ആരാധിച്ചോട്ടെ. ആരാധന എവിടെയുണ്ടോ അവിടെ നീ ഒറ്റയ്ക്കല്ല ഉള്ളത്. ആരാധന ഉള്ളിടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി നിന്നപ്പോൾ യേശുവിൻ്റെ തലയിൽ മാത്രം മുൾക്കിരീടമുണ്ടായിരുന്നു. അർത്ഥം, കർത്താവ് യേശു നിങ്ങളുടെ സകല ശാപങ്ങളെ ക്രൂശിന്മേൽ ഏറ്റെടുത്തു. വ്യക്തിപരമായ ശാപം, കുടുംബശാപം, ദേശീയ ശാപം, അതേ വർഗശാപങ്ങൾ എന്നിത്യാദി ഏത് ക്രമത്തിലുള്ളതായ ശാപം ആണ് നിങ്ങൾ ചുമന്ന് നടക്കുന്നത് എങ്കിലും യേശുവിൻ്റെ വിലയേറിയ കൃപയാൽ ആ ശാപം വിട്ടുമാറിയിട്ട് ദൈവകൃപയാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. കർത്താവ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും.
വീണ്ടും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെടും, വിടുവിക്കപ്പെടും. യേശുവിൻ്റെ നാമം നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഒരു അനുഗ്രഹം ആക്കി തീർക്കുമാറാകട്ടെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അടയാളങ്ങളുള്ളതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹ അടയാളമായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ തീർക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ കർത്താവേ, നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ശാപം ചുമന്നത് മതി. ശാപം നിമിത്തം വ്യഥയിലും നിരാശയിലും അവർ ആയിരിക്കുന്നു. ദുഃഖത്തിലും വേദനയിലും അവർ പിടയ്ക്കുന്നു. ശാപം നിമിത്തം സാമ്പത്തികമായ തകർച്ചയിലും ബുദ്ധിമുട്ടിലും അവരുടെ ജീവിതം കടന്നു പോകുന്നു. ഈ പ്രത്യേക ദിവസത്തിൽ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവ് അവരുടെ ഇപ്പോൾ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ മഹത്വത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സകല ശാപനുഖങ്ങളും ചങ്ങലകളും യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. യെരിഹോ പട്ടണത്തിന് വ്യതിയാനമുണ്ടായെങ്കിൽ ഇവിടെ ജീവിതത്തിനും വ്യതിയാനവും വിടുതലുമുണ്ടല്ലോ. അവിടെ നവവണ്ണം തന്നെ അവിടെ ജീവിതത്തെ വിടുവിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ. എല്ലാ ശാപങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരൊക്കെയാണോ രോഗികളായി പ്രാർത്ഥിക്കുന്നത്, അവിടെ അത്ഭുത സൗഖ്യം അവിടെ മേൽ ഇപ്പോൾ തന്നെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയക്കുന്ന വിലയേറിയ വിടുതലായ സ്തോത്രം. എല്ലാ മഹത്വമയക്ക് ആശീർവദിക്കും, അനുഗ്രഹിക്കും, വിടുതലിനെ കാരണമാക്കി തീർക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശ്വസിക്കുക. നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മേലാൽ നിങ്ങൾ ശാപത്തിന് കീഴിലല്ല, നിങ്ങൾ അനുഗ്രഹം ചുമക്കുന്നവർ തന്നെ ആയിരിക്കും. വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ പഠിപ്പിക്കുന്ന നല്ലൊരു സഭയിൽ പോയി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചക്കിരിപ്പാൻ കഴിയാത്തതുപോലെ ആത്മാവിൽ ജ്വലിച്ച് ശോഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തൊടുവാൻ ശാപങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. യൂട്യൂബിൽ ഞങ്ങളുടെ ധാരാളം ദൂതുകൾ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അത് കേൾക്കുക, ആ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വി ലവ് യു ഓൾ വിത്ത് ദ ലവ് ഓഫ് ദ ലോർഡ്. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണുവരെ ദൈവമായ കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ച നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.